യുവതലമുറയെ കാർന്നു തിന്നുന്ന ലഹരി എന്ന മഹാവിപത്തിനെതിരെ കൊച്ചിയിൽ ജനകീയ പ്രതിരോധം. ലോക ലഹരിവിരുദ്ധ ദിനത്തോടനുബന്ധിച്ച് നമ്മൾ കൊച്ചിക്കാർ സംഘടനയുടെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിച്ച ലഹരിവിരുദ്ധ ദിനാചരണവും ബോധവൽക്കരണവും കൊച്ചി MLA മുഹമ്മദ് ഷിയാസ് ഉദ്ഘാടനം ചെയ്തു. മട്ടാഞ്ചേരി അസിസ്റ്റന്റ് എക്സൈസ് ഇൻസ്പെക്ടർ ജയചന്ദ്രൻ 100ഓളം വരുന്ന വിദ്യാർത്ഥികൾക്കായി ലഹരിവിരുദ്ധ ബോധവൽക്കരണ ക്ലാസ് നയിച്ചു. ലോക ലഹരിവിരുദ്ധ ദിനത്തോടനുബന്ധിച്ച് നമ്മൾ കൊച്ചിക്കാർ സംഘടനയുടെ ആഭിമുഖ്യത്തിൽ വിപുലമായ രീതിയിൽ ലഹരിവിരുദ്ധ ദിനാചരണവും ബോധവൽക്കരണവും സംഘടിപ്പിച്ചു. കൊച്ചി MLA മുഹമ്മദ് ഷിയാസ് ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു. ലഹരി മാഫിയകൾ നാടിന്റെയും കുട്ടികളുടെയും ഭാവി തകർക്കുമ്പോൾ അതിനെതിരെ കേവലം വാക്കുകളിലൊതുങ്ങാത്ത ശക്തമായ കർമ്മ പദ്ധതികളുമായി മുന്നോട്ടു പോകേണ്ടത് കാലഘട്ടത്തിന്റെ ആവശ്യമാണെന്ന് MLA ഉദ്ഘാടന പ്രസംഗത്തിൽ പറഞ്ഞു. നിരന്തരമായി ഇതിനടിമപ്പെടുകയും പിന്നീട് വിപണനത്തിന്റെ മാർഗത്തിൽ മറ്റുള്ളവരെ പ്രേരിപ്പിക്കുകയും ഒക്കെ ചെയ്യുന്ന തരത്തിലേക്ക് ഈ സംഘടന മുഴുവൻ മാറുകയാണ്. പക്ഷെ ഇന്ന് അങ്ങനെയല്ല സാഹചര്യം. ഇന്നത് കുറെ കൂടി വ്യത്യസ്തമാണ്. ഇന്ന് ഇതൊരു വ്യവസായമാക്കി മറ്റുള്ള ആളുകൾ ഇത് മാറ്റിയിരിക്കുകയാണ്. ഈ അടുത്ത കാലഘട്ടങ്ങളിലാണ് ആന്റി നാർക്കോട്ടിക് സെൽ നിരന്തരമായ അവരുടെ അന്വേഷണത്തിലൂടെ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് സിന്തറ്റിക് ഡ്രഗ്, മാരകമായ ലഹരി വിപണനം നടത്തുന്ന ചെറുപ്പക്കാരുടെ ഒരു സംഘത്തെ പിടികൂടിയത്. കോടിക്കണക്കിന് രൂപയുടെ ബിസിനസ്സാണ്. അവരുടെ അക്കൗണ്ടുകളിൽ വന്നുപോയ പണത്തിന്റെ കണക്കും അവരുടെ ഇൻവെസ്റ്റ്മെന്റും ഒക്കെ. ഇപ്പം ലോകത്തിന്റെ വിവിധ രാജ്യങ്ങളിൽ നിന്ന് ഇത് കൊറിയറായും അതുപോലെ തന്നെ അത് വിമാന സർവീസുകളിലൂടെയും കപ്പൽ സർവീസുകളിലൂടെയും ഒക്കെ ഇത് ഇന്ത്യയിൽ കൊണ്ടുവരികയും നമ്മുടെ സംസ്ഥാനത്തും നമ്മുടെ നാട്ടിലും ഒക്കെ കൊണ്ടുവന്നു. എത്രത്തോളമാണ് ഇത് ഈ നാടിനെ ഗ്രസിച്ചിരിക്കുന്നത് ഞാനും നിങ്ങളൊന്ന് മനസ്സിലാക്കണം. നമ്മൾ കൊച്ചിക്കാർ സംഘടനയുടെ ചെയർമാൻ ജബ്ബാർ പാസ് അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ കൊച്ചിയിൽ നിന്ന് മയക്കുമരുന്ന് മാഫിയയെ വേരോടെ പിഴുതെറിയുന്നതിനായി സംഘടന തയ്യാറാക്കിയ വിശദമായ നിവേദനവും കർമ്മപദ്ധതിയും MLA കൈമാറി. മട്ടാഞ്ചേരി അസിസ്റ്റന്റ് എക്സൈസ് ഇൻസ്പെക്ടർ ജയചന്ദ്രൻ 100ഓളം വരുന്ന വിദ്യാർത്ഥികൾക്ക് ലഹരിവിരുദ്ധ ബോധവൽക്കരണ ക്ലാസ് നടത്തി. മയക്കുമരുന്നുകളുടെ വ്യാപനം വളരെയധികം നിലനിന്നിരുന്ന ഒരു പ്രദേശമാണ് ലാറ്റിൻ അമേരിക്കൻ രാജ്യങ്ങൾ. പ്രത്യേകിച്ച് കൊളംബിയ പോലുള്ള രാജ്യങ്ങളിൽ മയക്കുമരുന്ന് മാഫിയ സമാന്തര സൈന്യം ഉണ്ടാക്കി ഗവൺമെന്റുകളെ പോലും വെല്ലുവിളിക്കാൻ തുടങ്ങി. അങ്ങനെ വന്നപ്പോൾ ഐക്യരാഷ്ട്രസഭയും അത് ഇടപെട്ടു. ലഹരി മാഫിയക്കെതിരെയുള്ള പോലീസിന്റെ ഓപ്പറേഷൻ തൂഫാൻ പദ്ധതിക്ക് പൂർണ്ണ പിന്തുണ പ്രഖ്യാപിച്ചുകൊണ്ട് പോലീസിനും സർക്കാരിനും സഹായകരമായ രീതിയിൽ പ്രവർത്തിക്കാൻ സന്നദ്ധരായ 30ഓളം വരുന്ന വളണ്ടിയർമാരുടെ ലിസ്റ്റ് ഫോർട്ട് കൊച്ചി സർക്കിൾ ഇൻസ്പെക്ടർക്ക് ചടങ്ങിൽ വെച്ച് കൈമാറി. ലഹരി വിരുദ്ധ പോരാട്ടത്തിൽ മാതൃകാപരമായ സേവനം കാഴ്ചവെച്ച MLA, എക്സൈസ് പോലീസ് ഉദ്യോഗസ്ഥർ എന്നിവരെയും ചടങ്ങിൽ ആദരിച്ചു. 100ലധികം കുട്ടികളും മാതാപിതാക്കളും അടക്കം നിരവധി പേർ പങ്കെടുത്തു. ജനറൽ സെക്രട്ടറി വിൻസി ബൈജു, കോർപ്പറേഷൻ കൗൺസിലർ യേശുദാസ്, വൈസ് ചെയർമാൻ സിദ്ദിഖ് സമദ്, സൈനുദ്ദീൻ HN, K നാസർ, മുൻ കൗൺസിലർമാരായ ഷീബ ഡ്യൂറോം, സീനത്ത് റഷീദ്, സാബു അലി, അനീഷ് മട്ടാഞ്ചേരി, അഷ്റഫ്, ജോളി, രേണുക, ഷാഹിദ മുഹമ്മദ്, പ്രതീഷ് പ്രസാദ്, AB നൌഷാദ് എന്നിവർ ചടങ്ങിൽ സംസാരിച്ചു. സമൂഹവുമായി സഹകരിച്ച് എങ്ങനെ പോലീസ് ഡിപ്പാർട്ട്മെന്റ് അല്ലെങ്കിൽ എക്സൈസ് അല്ലെങ്കിൽ അതുമായി സഹകരിക്കുന്ന ഡിപ്പാർട്ട്മെന്റുകൾക്ക് സമൂഹത്തിന് എങ്ങനെ ഒരു പിന്തുണ കൊടുത്തുകൊണ്ട് എങ്ങനെ ഈ തൂഫാൻ ഓപ്പറേഷൻ തൂഫാൻ എങ്ങനെ വിജയകരമാക്കി കൊണ്ടുപോകാം എന്ന് പിടിച്ചു പോകുന്നതിനും കൂടാതെ നിങ്ങളുടെ ഭാഗത്തു നിന്ന് 25ഓളം തൂഫാൻ വളണ്ടിയേഴ്സ് തിരഞ്ഞെടുത്ത് നമുക്ക് അവരുടെ ലിസ്റ്റും തരികയാണ്. ഇത് നല്ലൊരു ശ്രമകരമായ ഒരു ന്യൂസ് ബ്യൂറോ കൊച്ചി. പ്രീമിയം ക്വാളിറ്റി ഗ്രാനൈറ്റ്, ടൈൽസ്, സ്റ്റോൺ, AEC ബ്ലോക്ക്, സാനിറ്ററി തുടങ്ങി ഫ്ലോറിംഗിന് ആവശ്യമായ എല്ലാ മെറ്റീരിയൽസും ഏറ്റവും കുറഞ്ഞ വിലയിൽ ഇവിടെ ലഭ്യമാണ്. തറയിൽ ഗ്രാനൈറ്റ്സ്, MLA റോഡ്, പള്ളുരുത്തി.